ഈ സോയ ഫ്രൈ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പൊതുവേ ഇഷ്ടമുള്ളൊരു സംഭവമാണ് അല്ലേ. അപ്പോൾ എന്തായാലും കുതിർത്തിയ സോയ ഇവിടെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അതിലോട്ടൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സോയാ സോസും ടൊമാറ്റോ സോസും ഓരോ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും പെരി പെരി മസാല ഉണ്ടായിരുന്നു, ഉള്ളതുകൊണ്ട് ചേർത്തതാണ് കേട്ടോ. പിന്നെ ഈക്വലായിട്ട് മൈദയും അതുപോലെ കടലമാവും എടുക്കുക, കുറച്ച് നാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ആക്കുക കേട്ടോ. എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇനി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് ടേസ്റ്റായിട്ട് തന്നെ വരും കേട്ടോ. കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ ഇതാണ് കേട്ടോ ആക്കിയത്. നല്ല ചോറ്, സോയ ഫ്രൈ, പിന്നെ അച്ചാറും കൂടെ വെച്ച് കൊടുക്കാറുണ്ട്. വേറെ കറികളൊന്നും അവർക്ക് കൊണ്ടുപോകാൻ മടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ മാത്രം ആക്കി കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സോയയുടെ ഫ്രൈ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ റിഹാൻക്ക് പിന്നെ ഞാൻ എന്തുണ്ടാക്കിയാലും എക്സ്ട്രാ ഒരു ബോക്സ് വെച്ച് കൊടുക്കും കേട്ടോ. അവൻ്റെ ഫ്രണ്ട്സ് അത് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എന്തായാലും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. റെസിപ്പി വീഡിയോസ് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ FB പേജ് എന്തായാലും ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.